വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഡീകോഡിംഗ് സീരീസ് നമ്മളിപ്പം 18 വരെ എത്തി. ദിസ് ഈസ് ദ 19th ലെസൺ ഓഫ് ഡീകോഡിംഗ് സീരീസ്. ഇതിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ഏരിയ കണ്ടുപിടിക്കാം, ഒരു നല്ലൊരു ഏരിയ എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് മാർക്കറ്റിൻ്റെ ഡൈനാമിക് സ്ട്രക്ചർ നോക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മിക്കപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ഏരിയയാണ് പുൾ ബാക്ക് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ പുൾ ബാക്കിൻ്റെ വീഡിയോ എന്തെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ പുൾ ബാക്കിൻ്റെ വീഡിയോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പുൾ ബാക്ക് വീഡിയോസ് ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുൾ ബാക്ക് സീരീസ് തുടങ്ങുന്നത് ഇവിടെ തൊട്ടാണ്. പുൾ ബാക്ക് മൈക്രോ ഡീറ്റെയിലിംഗ്, പുൾ ബാക്ക് ക്യാൻഡിൽസ് നാനോ ഡീറ്റെയിലിംഗ്, പിന്നെ തേർഡ് വീഡിയോ പുൾ ബാക്ക് ഡീറ്റെയിലിംഗ് പാർട്ട് 2, പാർട്ട് 3 അവിടെ വരെയുണ്ട് പുൾ ബാക്കിൻ്റെ. പിന്നെ സ്ട്രക്ചറൽ മാർക്കിംഗ് എബൌട്ട് പുൾ ബാക്ക്. ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള പുൾ ബാക്കിൻ്റെ വീഡിയോസ്. അത് തീർച്ചയായിട്ടും പല പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് നമ്മുടെ മുന്നിൽ ട്രേഡ് ഫോർമേഷൻസ് എന്ന് പറയുന്നത് എത്ര ക്വിക്കായിട്ടാണ് വരുന്നത്, എത്ര ക്വിക്കായിട്ടാണ് നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മളുടെ എൻട്രി സെനാരിയോസ് ഫ്രെയിം ചെയ്യുക എന്ന് പറയുന്നത്. സോ what you have to think how smart you are to find out an entry in terms of pullbacks, in terms of 3 candle trade setup, in terms of LTT means liquidity trade setup. So many trading setups are there. അതിനെല്ലാം ബേസ് ചെയ്തിട്ട് നമുക്ക് പല പല മോഡൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുൾ ബാക്കിനെ ബേസ് ചെയ്തിട്ട് എന്ത് ഒരു ഐഡൻറ്റിഫൈ ഇന്നത്തെ മാർക്കറ്റിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ് നോക്കുന്നത്. സോ നൗ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ എൻട്രി. നൗ market is on a consistent uptrend and created a high and created a low. This is a type of pullback because the price momentum, what you see here, after creating a high on the 1 hour chart, this is coming down. See the candlestick's body. Even if it is creating a highs and lows here, then it is not a 3 candle pullback. So this is like a 4, 5, 6 candles are there. 1, 2, 3, 4, 5, 6, 7, 8 candles are there. Even it created a new low, right? So this is treated to be the 3 candle pullback നമ്മളുടെ സെനാരിയോ പ്രകാരം. Because if you don't know the 3 candle, identify the 3 candle pullback in the right way, you have to go back to the channel and find the video and get the right understanding about the 3 candle pullback. Now see, again the market created a high here and it is coming down, but while coming down, even this single candle, this created another pullback here. See, this is another pullback, this particular candle, and after that price went here and there. Doesn't matter. നമ്മളെ സംബന്ധിച്ച് അതൊരു പ്രശ്നമുള്ള കാര്യമില്ല. സോ നമ്മളെ സംബന്ധിച്ച് ഇവിടെ 2 ലൈൻസ് മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. സിൻസ് ദ മാർക്കറ്റ് ഇസ് ട്രേഡിംഗ് ഓൺ ദ അപ്പർ സൈഡ്, അല്ലേ, ഇവിടെ മുകളിലാണ് ഇവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് ഫോക്കസ് ഓൺ ദിസ് ലൈൻ. സോ ഐ വിൽ ഡിലീറ്റ് ദിസ് ലൈൻ. സോ ദിസ് ഈസ് എ സ്ട്രോങ് ലോ ആൻഡ് ദിസ് ഈസ് ഓൾസോ ദിസ് ലോ ക്രിയേറ്റഡ് ദിസ് ഹൈ ആൻഡ് ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻ്റ് ഇൻ ടൈംസ് ഓഫ് structural mapping. So structural mapping plus the pullback scenario is coming together. That means it's an additional confluence for us, right? So I will delete this line. Now this is gone. Now let us understand. So when the market is coming here, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ this area is of paramount importance for us. Why is it so? Because it is like, നമ്മൾ ഒരു ബാസ്കറ്റ് ബോൾ കളിക്കുന്ന പോലെയാണ്. സോ നമ്മുടെ കയ്യിൽ പന്ത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ ബോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, സോ ഇറ്റ്സ് ലൈക്ക് എ ട്രെബിളിംഗ് ഏരിയ, അല്ലേ? ട്രെബിളിംഗ് ഏരിയ. ഇങ്ങനെ പന്ത് ഇങ്ങനെ തട്ടുന്നതിനാണ് ട്രെബിളിംഗ് എന്ന് പറയുന്നത്. സോ അങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ഇവിടുന്ന് ഹൗ സ്മാർട്ട് യു ആർ ടു ഗെറ്റ് ദാറ്റ് ബോൾ, ദിസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. നൗ ലെറ്റ് us see how smart you will be getting this ball. Now ഇവിടെ 1 minute സ്ട്രക്ചറിലേക്ക് വി ആർ കണക്ടിങ് ഇറ്റ്. സോ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ദിസ് ലൈൻ is a support line, so it should be marked with a green line. Okay, so because it's a support line. So നമ്മളെ സംബന്ധിച്ച് ഇവിടെ വരുമ്പോൾ എൻട്രി സോ ഇത് ഇന്നത്തെ മാർക്കറ്റാണ്. വാട്ട് ഈസ് ദ ഡേറ്റ് ടുഡേ? ദിസ് ഈസ് ഇവിടെ നോക്കിയാണ് ടൈം സ്റ്റാമ്പ് 9th ഫെബ്രുവരിയുടെ ഇതാണ്. ഇതിലെല്ലാം ഞാൻ നമ്മൾ എൻട്രി എടുത്തിരിക്കുന്ന സെനാരിയോസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വെൻ ഐ എം ഗെറ്റിംഗ് ഇൻ ടു ദ എൻട്രി, യു മേ ബി വണ്ടറിങ് വാട്ട് ഈസ് ദിസ് ഏരിയ ഈസ് ഓൾ അബൌട്ട്, ഹൗ ഐ എം ഗെറ്റിംഗ് ദിസ് എൻട്രി, ബട്ട് ഐ എം നോട്ട് ഗെറ്റിംഗ് ഇറ്റ്, അല്ലേ? അങ്ങനെ നമ്മൾ ചിന്തിക്കില്ലേ? സോ ഐ വാണ്ട് യു ടു ഗെറ്റ് ദിസ് സെയിം എൻട്രി. ദാറ്റ്സ് വാട്ട് ഐ എം ടെല്ലിങ് യു. സോ when this line is broken, this line is broken means the momentum will be very 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 high. So first time it broken, so you see the momentum here. It is the first time ഇതിന്റെ അടുത്ത് വരുന്നു, തിരിച്ച് അതേ സ്പീഡിൽ കയറി പോകുന്നു, തിരിച്ച് വീണ്ടും അതേ സ്പീഡിൽ കയറി പോകുന്നു. സോ ഇതിന്റെ ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നോക്കി, അതിനുശേഷമുള്ള മൊമെന്റം നോക്കി, വീണ്ടും പ്രൈസ് ഇസ് കമ്മിങ് ഡൗൺ. അപ്പം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് പ്രൈസ് ഇസ് കമ്മിങ് ഡൗൺ. സോ ഇവിടെ വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ എന്ത് എൻട്രി ആണുള്ളത് നമുക്ക് നോക്കാം. സോ പ്രൈസ് ഇസ് കമ്മിങ് ഓൺ എ കൺസിസ്റ്റന്റ് ഡൗൺ സൈഡ് ജേർണി. സോ ഇവിടെ എ ലോ ഇസ് ക്രിയേറ്റഡ്, എ ഹൈ ഇസ് ക്രിയേറ്റഡ് ആൻഡ് പ്രൈസ് ഇസ് കമ്മിങ് ഡൗൺ to take the low. So low is taken and the high is taken, price come to mitigate and
വെൻ്റ് അപ്പ് അല്ലേ. പക്ഷേ നമുക്ക് ഇവിടെ എൻട്രി കൃത്യമായിട്ട് ഇവിടെ നമുക്ക് ഇവിടെ പ്രൈസ് ഹാസ് കം ടു മിറ്റിഗേറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ടാവും മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ ഏരിയ മിറ്റിഗേഷൻ നടത്തിയിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. സോ നമുക്കിവിടെ എൻട്രി എടുക്കാൻ നേരത്തെ ഈ ഒരു കോൺഫ്ലുവൻസ് ഈ ലൈൻ നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ താഴത്തെ ഏരിയ എന്ന് പറയുന്നത് ആ ഏരിയയിൽ പ്രൈസ് ആക്ടിവിറ്റിയുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ വാട്ട് ആർ ദ കോൺഫ്ലുവൻസസ് യു ആർ സീയിങ് ഹിയർ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ എന്ത് ഇമ്പോർട്ടൻ്റ്, ഈ ലൈന് തൊട്ട് താഴെ മാർക്കറ്റ് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഈ ലൈൻ ഇവിടെ വരുമ്പോഴത്തേന് ഇവിടുന്ന് ഹയർ പോസിബിലിറ്റി ദാറ്റ് ദിസ് വിൽ ബൗൺസ് ബാക്ക് ലൈക്ക് എനിത്തിങ്. അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ്ലി എൻട്രിക്ക് കിട്ടിയില്ലെന്ന് ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. സോ എന്താണ് സംഭവം, ഇവിടെ ലോ ഇസ് ക്രിയേറ്റഡ്, ഇവിടെ നോക്കി ഇവിടെ ലോ ഇസ് ക്രിയേറ്റഡ് ആൻഡ് ഹൈ ഇസ് ക്രിയേറ്റഡ് ആൻഡ് ദ ലോ ഇസ് ടേക്കൻ ആൻഡ് ദെൻ ഇറ്റ് വെന്റ് അപ്പ് ഓൺ എ മൈനർ സ്ട്രക്ചർ അല്ലേ. ദെൻ പ്രൈസ് ഇസ് കമ്മിങ് ടു മിറ്റിഗേറ്റ്. അപ്പോൾ പ്രൈസ് ഇസ് കമ്മിങ് ടു മിറ്റിഗേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇവിടുത്തെ സ്ട്രക്ചർ പ്രകാരം ഇവിടുത്തെ ഹൈ ഇസ് ക്രിയേറ്റഡ്, ലോ ഇസ് ക്രിയേറ്റഡ്, ഹൈ ഇസ് ക്രിയേറ്റഡ്, ലോ ഇസ് ടേക്കൻ, ഹൈ ഇസ് ടേക്കൻ, പ്രൈസ് കം ടു മിറ്റിഗേറ്റ് അല്ലേ. ദിസ് ഈസ് നമ്പർ 1. ഇത്രയും പോർഷൻ ഇവിടെ ഇല്ലെന്ന് വിചാരിച്ചു, ദിസ് പോർഷൻ ഈസ് നോട്ട് ദെയർ. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇതൊരു വാലിഡ് സ്ട്രക്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇൻ ടേംസ് ഓഫ് പ്രൈസ് മാനിപ്പുലേഷൻ എ വാലിഡ് ഏരിയ ഈസ് ബീങ് ക്രിയേറ്റഡ് ഹിയർ അല്ലേ. സോ നെക്സ്റ്റ് സബ്സിക്വന്റ് ആക്ടിവിറ്റിയിൽ when the market is coming down, how will you catch this moment? So ഇവിടെ low is created, high is created, low is taken and price went up and it is coming down. So there was a trading technique. What I have told you, there's a 3 candle trade setup. What is this 3 candle? Consecutively 3 candles are being posted above, one above the other, 1 2 3, and the price will come and mitigate and it will go up. So this mitigation maybe it is 50%. So this 3 candle setup trade qualification is exactly happening here. See, one more confluence. What is that one more confluence? Now this on the go, this was a valid formation of area, right? So this high and this low, if you consider here, this high and this low here, if you consider what happened, this is a 50% of the area, previous area. If you can consider this as a 50% of the previous area, because the price manipulation activity is completed here on this complete leg. So this is that thing. So 50% of the area, the price is coming back. So confluence, there are 2-3 confluences here അല്ലേ. നമ്മൾ പ്രൈസ് ആക്ടിവിറ്റി, പ്രൈസ് മാനിപ്പുലേഷൻ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇത്. അപ്പോൾ ഇതാണ് ഇതിനകത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം. സോ നമുക്ക് ഈ എൻട്രി ഇവിടെ വെച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ തൊട്ടൊരു മൈനർ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്തുകൊണ്ട് ഈ ഏരിയയ്ക്ക് താഴെ വീണ്ടും പ്രൈസ് ടാപ്പ് ചെയ്യുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി യു വിൽ എക്സിറ്റ് ദ ട്രേഡ്, കാരണം ഇത് മൊമെന്റം ഈസ് ലൂസിങ്. സോ വൈ ടു ഹോൾഡ് ഹിയർ. ഇതിന് താഴെ പ്രൈസ് താഴോട്ട് പോകുമ്പോൾ നമ്മൾ നോക്കുന്നത് ഇതിന് താഴെ പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോൾ യു ഡോണ്ട് നീഡ് ദിസ് ട്രേഡ്. ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം വെയിറ്റിംഗ് ഫോർ എ ലോങ് ട്രേഡ് സെറ്റപ്പ്. നൗ വൺസ് യു ഗെറ്റ് ഇൻ ടു ദിസ് ട്രേഡ്, if you can hold till end of the day, what was the target? You see? So patience is the key. അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. സോ എല്ലാ ദിവസവും മാർക്കറ്റ് ഇവിടെ വന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്തുകൊണ്ട് പോകത്തില്ല. അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ദാറ്റ് ഇസ് വാട്ട് യു ആർ സീയിങ് ഹിയർ. വൺ ലോട്ട് യു പ്ലേ വിത്ത് വൺ ലോട്ട്. ദിസ് ഇസ്, യു നോ ഹൗ മച്ച് ഇറ്റ് ഈസ്? More than 3,500 rupees. This complete momentum. Even in the Bank Nifty, you will get 6,000 rupees. This is more than enough. One trade setup. So ഇതാണ് ഇതിനകത്തെ കാര്യം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് സെനാരിയോ നമ്പർ 2 ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സ്ട്രക്ചറൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇത് ഇന്നത്തെ ട്രേഡിങ്ങിൽ 9th ഫെബ്രുവരിയിൽ നമ്മൾ എന്തുകൊണ്ട് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഷോർട്ട് ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ? സോ ലെറ്റ്സ് ഡ്രിൽ ഡൗൺ. എന്താണ് നമ്മൾ അതുകൊണ്ട് പറയാൻ ഉദ്ദേശിച്ചതെന്നാണ്. സോ എഗെയിൻ മാർക്കറ്റ് ഒരു കൺസിസ്റ്റൻറ്റ് റാലിക്ക് ശേഷം മുകളിലേക്ക് വരുന്നു, അതിനുശേഷം കൺസോളിഡേറ്റ് ചെയ്യുന്നു. ഈവൻ ഇതുണ്ട്, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഹൈ, അതിന് മുകളിൽ വേറൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മേ ബി നമുക്ക് ഈ 2 ഹൈയും കൂടെ നമുക്കൊരു ഈക്വൽ ഹൈ ആയിട്ട് നമുക്കിവിടെ കണക്കാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇത് രണ്ടും കൂടെ നമുക്കൊരു ഈക്വൽ ഹൈ എന്ന് വെച്ച് കണക്കാക്കാം എന്ന് വിചാരിച്ചു. ഒരു 10 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇവിടെ ദിസ് ഈസ് ഇവിടെ ഈ ക്യാൻഡിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, സെയിം ക്യാൻഡിൽ ലോയും ക്രിയേറ്റ് ചെയ്തു. സോ ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് പുൾ ബാക്ക് അല്ലേ. സോ പുൾ ബാക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദിസ് ഈസ് എ പുൾ ബാക്ക് ലൈൻ. സോ ഇറ്റ്സ് എ സപ്പോർട്ട് ലൈൻ. സപ്പോർട്ട് ലൈൻ എന്നല്ല നമ്മൾ പറയുന്നത്. ആക്ച്വലി നമ്മളുടെ കൺസെപ്റ്റ് പ്രകാരം സപ്പോർട്ട് എടുക്കുന്നു, സപ്പോർട്ട് പോകുന്നു, റെസിസ്റ്റൻസ് ആകുന്നു, റെസിസ്റ്റൻസ് വരുന്നു എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് നമുക്ക് പറയാവുന്നേ ഉള്ളൂ. മാർക്കറ്റിന് അങ്ങനെ ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ആക്ച്വലി മാർക്കറ്റിൽ ദർ ഇസ് നോ സപ്പോർട്ട്, ദർ ഇസ് നോ റെസിസ്റ്റൻസ്. നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഒരു ടെക്നിക്കാലിറ്റിക്ക് അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ടേമിന് വേണ്ടിയിട്ട് ചുമ്മാ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് നോട്ട് എ സപ്പോർട്ട്, വെറാസ് ദിസ് ഈസ് എ പ്രൈസ് ആക്ടിവിറ്റി ഏരിയ. ഈ പ്രൈസ് ആക്ടിവിറ്റി ഏരിയയിൽ നമ്മൾ മാർക്കറ്റിനെ കാണുമ്പോൾ നമ്മൾ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ് നമ്മൾ അതിൽ തന്നെ ഹുക്ക് ചെയ്ത് കിടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ആർ ഇൻ ടു ദ ഓൾഡ് കൺവെൻഷണൽ തോട്ട് പ്രോസസ് അല്ലേ.
വേറെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ വാല്യൂ ഏരിയയിൽ ഫോക്കസ് ചെയ്യുക. വേർ ഇസ് എ വാല്യൂ ഏരിയ, വേർ ഇസ് എ ഡിസ്കൗണ്ട് ഏരിയ, വേർ ഇസ് എ പ്രീമിയം ഏരിയ, വേർ ഇസ് എ പ്രൈസ് ഓഫ് കൺട്രോൾ. These are the areas we have to look into. Look and you have to deep dive into those area where you will find an entry. ഇതാണ് കാര്യം. അപ്പോൾ അങ്ങനത്തെ ഏരിയയിൽ നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് എൻട്രി എടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ പുൾ ബാക്ക് ക്രിയേഷൻ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി പോയിന്റ് ക്രിയേഷൻ ആണ്. ബിക്കോസ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ഏരിയ. അതുകൊണ്ടാണ് പ്രൈസ് ഈ ഏരിയയിൽ വരുമ്പോഴത്തേനും സ്മാർട്ട് പ്ലേയേഴ്സ് ലൈക്ക് 95% ഓഫ് ദ ട്രേഡേഴ്സ് ലൂസ് because they don't have a system in place, and the 5% of the total traders, those have a trading system, those they have a trading process. അപ്പം അവർ നോക്കിയിരിക്കുകയാണ് that 5% is they are very smart players അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനത്തെ ഏരിയയിൽ വരുമ്പോഴത്തേനും യൂഷ്വലി നല്ലൊരു മൊമെൻറ്റം വരുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ ഏരിയയുടെ ബിലോയിൽ വന്ന് പ്രൈസ് ടാപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇമ്മീഡിയറ്റ്ലി യു ക്യാൻ അസ്യൂം ദിസ് ഈസ് എ ടാർഗറ്റ് 1. ബിക്കോസ് പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ടാർഗറ്റ് 1 എന്ന് പറയുമ്പോൾ പ്രൈസ് സപ്പോസ് ഈ ലൈൻ ബ്രേക്ക് ചെയ്യുന്നു, ലൈൻ ബ്രേക്ക് ചെയ്ത് പ്രൈസ് താഴോട്ട് വരുന്നു. താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേനും പ്രൈസ് ഇറ്റ് വിൽ കം ബാക്ക്, ഷുവർ ഇറ്റ് വിൽ കം ബാക്ക്. ഇനി താഴോട്ട് പോകേണ്ട മാർക്കറ്റ് ആണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഈ പ്രൈസ് ഇവിടെ നിന്ന് പ്രൈസ് താഴോട്ട് പോരുമ്പോൾ സോ losing positions will be created by the institution, the big player. Okay, those has to be closed out on the subsequent move. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? നേരെ തിരിച്ചിങ്ങോട്ട് വരും. ഇവിടെ വന്നിട്ട് ഈ ഏരിയയിൽ കറക്റ്റ് ടാപ്പ് ചെയ്തിട്ട് വീണ്ടും താഴേക്ക് വരും. സോ വാട്ട് ഈസ് ദിസ് ഏരിയ? അപ്പോൾ ഈ ഏരിയയിൽ നമ്മൾ വരുമ്പോൾ പ്രൈസ് മിറ്റിഗേഷന് വേണ്ടിയിട്ട് തിരിച്ച് എന്താണെങ്കിലും ഇവിടെ വരും. സോ നമ്മൾ ഇവിടെ നിന്ന് പ്രൈസ് എൻട്രിക്ക് പ്ലാൻ ചെയ്യുമ്പോൾ വെൻ യു സീ ദാറ്റ് അവർ ലിറ്റിൽ സീക്രട്ട് ഈസ് പ്ലേയിങ് ഔട്ട് ഹിയർ അല്ലേ, നമ്മളുടെ ആ ചെറിയൊരു സോങ് ഇവിടെ ഇപ്പം ആദ്യമായിട്ടാണ് ഈ വീഡിയോ ഒരാൾ കാണുന്നെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ലിറ്റിൽ സീക്രട്ട് ലിറ്റിൽ സോങ് എന്നൊക്കെ പറയുന്നത് ഡീകോഡിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സീരീസ് തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് എ 19th പാർട്ട് ഓഫ് ദ വീഡിയോ. ആൻഡ് അതിനകത്ത് നമ്മൾ ഒത്തിരിയധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹൗ ടു ടേക്ക് ആൻ എൻട്രി, ഹൗ ടു ഫോം എൻട്രി, വാട്ട് ആർ ദ തിങ്സ് യു ഹാവ് ടു ലുക്ക് ഇൻ ടു, അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അതിനെല്ലാം കോൺഫ്ലുവൻസസ് എന്നാണ് പറയുന്നത്. ഈ കോൺഫ്ലുവൻസസ് ഏരിയയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യും, ഫോർവേഡ് ടെസ്റ്റ് ചെയ്യും. സോ ഈ ബാക്ക് ടെസ്റ്റും ഫോർവേഡ് ടെസ്റ്റ് യു വിൽ ബി ഡൂയിങ് ഇറ്റ് ഓൺ എ ഡെമോ അക്കൗണ്ട്, ആൻഡ് വെറസ് ബാക്ക് ടെസ്റ്റ് യു ക്യാൻ ഡു ഇറ്റ് ഓൺ ദ ലൈവ് ചാർട്ട്, ഓൺ ദ ചാർട്ട് ദാറ്റ് ഈസ് ഓൾറെഡി പോസ്റ്റ് മാർക്കറ്റ് ചാർട്ട്. അപ്പം ഇവിടെ നമ്മൾ വരുന്നത് ഇവിടെ പ്രൈസ് താഴേക്ക് വന്ന് കഴിയുമ്പോൾ വെൻ യു ആർ പാർട്ടിസിപ്പേറ്റിംഗ് ആൻ എൻട്രി യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യുവർ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ഈസ് ദിസ്. പ്രൈസ് തിരിച്ചങ്ങോട്ട് കയറി വരും, 10 പോയിന്റ് 25 പോയിന്റ് 30 പോയിന്റ് വാട്ട് എവർ ഇറ്റ് ഈസ്. അതിനുശേഷം പ്രൈസ് മേ കം ഡൗൺ അഗെയിൻ, കം ബാക്ക് അഗെയിൻ, ആൻഡ് ദെൻ ഇറ്റ് വിൽ ഗോ അപ്പ്. അപ്പോൾ ഓൺ എ മൈനർ ടൈം ഫ്രെയിം യു ക്യാൻ സീ ദിസ് ആക്ടിവിറ്റി റിപ്പീറ്റഡ്ലി ഹാപ്പനിങ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. അപ്പം അതിൻ്റെ ആക്ടിവിറ്റി മൈനർ ടൈം ഫ്രെയിമിൽ കൺഫേം ചെയ്ത് നോക്കിയിട്ട് ഈ ഏരിയയിൽ വരുന്ന കംപ്ലീറ്റ് സിനാരിയോസ് നിങ്ങൾ നോക്കുക. സപ്പോസ് ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു കൺസിസ്റ്റന്റ് ഡൗൺ ട്രെൻഡിൽ ഇവിടെ വന്ന് ടാപ്പ് ചെയ്തു, ഇമ്മീഡിയറ്റ്ലി വെന്റ് അപ്പ്, പിന്നെയും താഴെ വന്നു, പിന്നെയും മുകളിൽ പോയി. സോ ദിസ് വാസ് എ പുൾ ബാക്ക് ഏരിയ. അതുകൊണ്ടാണ് ഈ ഒരു ആക്ടിവിറ്റി ഇവിടെ നടക്കുന്നത്. സോ ദിസ് വാസ് എ പുൾ ബാക്ക് ആൻഡ് ദിസ് ലോ ക്രിയേറ്റഡ് ദ ഹൈ അല്ലേ. സോ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ലോ ദാറ്റ് ക്രിയേറ്റഡ് ദ ഹൈ. നൗ ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ, ഓവറോൾ ഡയറക്ഷൻ ഓഫ് ദ മാർക്കറ്റ് ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. നൗ ദിസ് ഈസ് എ ഹൈ ദാറ്റ് ക്രിയേറ്റഡ് ദിസ് ലോ അല്ലേ. ദിസ് ലോ ഇവിടെ നിന്ന് താഴേക്ക് വരുമ്പോഴത്തേനും ഈ ഒരു സ്ട്രക്ചറൽ ഡൈനമിക്സിൽ നമ്മളുടെ മാർക്കറ്റിൻ്റെ ഡൈനമിക് സ്ട്രക്ചർ പ്രകാരം ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതും ഈ താഴത്തേതുമാണ് നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് അല്ലേ ഇവിടെ. അപ്പോൾ ബിക്കോസ് മാർക്കറ്റ് ഇവിടെ ഇല്ലെന്ന് ഓർക്കുക. അപ്പോൾ ഇതാണല്ലോ. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് കയറി വരുവാണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ അതിനുശേഷം എ ക്യാൻഡിൽ ക്ലോഷർ ഹാസ് ബീൻ ഹാപ്പൻഡ് എബോവ് ദിസ് ലൈൻ. ദിസ് ഈസ് നോട്ട് എ സിമ്പിൾ തിങ്. ദിസ് ഈസ് 1 hour ടൈം ഫ്രെയിം. സോ വാട്ട് ഈസ് എക്സാക്ട്ലി മാർക്കറ്റ് താഴേക്ക് വരുവാണെങ്കിൽ വെൻ ദിസ് ഈസ് ഹാപ്പനിങ് വാട്ട് ഹാപ്പൻസ്? ഇവിടുന്ന് മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് മാർക്കറ്റ് വിൽ കം ബാക്ക്, റിട്രേസ് ആൻഡ് കം ഡൗൺ അഗെയിൻ അല്ലേ. എന്ന് പറഞ്ഞാൽ തന്നെ വെൻ ദ സ്ട്രക്ചറൽ ഷിഫ്റ്റ് ഹാപ്പൻഡ് ഹിയർ മാർക്കറ്റ് ടേൺഡ് ബുള്ളിഷ്, ആൻഡ് വാട്ട് ദ മാർക്കറ്റ് വിൽ ഡു? Market will come back and mitigate, then again go to the new high, because ultimate target is to break above this, and this is your immediate target. So it will be targeting the liquidity pool above this area, in between this area. So this is the direction of the market. So once the structural dynamics is shifted, you have to understand ഇവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? This area is of paramount importance അല്ലേ നമ്മളെ സംബന്ധിച്ച്. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സ്ട്രക്ചറൽ ഷിഫ്റ്റ് ഓൾറെഡി നടന്നു. ഈ ഒരു റീസെന്റ് മിറ്റിഗേഷൻ സോൺ ഇതിന്റെ മുകളിൽ പ്രൈസ് കയറി ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. 1 hour ടൈം ഫ്രെയിമിലാണ്, നോട്ട് ഈവൻ 15 minutes. അപ്പം
നമ്മൾ ഇതിൻ്റെ ഈ ഏരിയയിൽ ബിലോ പ്രൈസ് ടാപ്പ് ചെയ്യുമ്പം യു മസ്റ്റ് ഫീൽ ദാറ്റ് ഇവിടെ നമ്മൾ ഒരിക്കലും ഈ ഒരു ഡൈനാമിക് സ്ട്രക്ചറിൻ്റെ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ യു ഷുഡ് നോട്ട് ഗോ ഫോർ എ ഷോർട്ട് പൊസിഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, രാവിലെ തന്നെ പറഞ്ഞത്, രാവിലെ 10 ഇന്ത്യൻ ടൈം 10 ആയപ്പോൾ ഞാൻ പറഞ്ഞു ഡോണ്ട് ഷോർട്ട് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി, ഇറ്റ് ഈസ് ടേൺഡ് ബുള്ളിഷ്. നമ്മൾ ആ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൽ ഡൈനാമിക്സിലുള്ള സ്ട്രക്ചർ വിൽ ടെൽ യു എവറിത്തിങ് അബൌട്ട് ദ മാർക്കറ്റ്, ജനറൽ ട്രെൻഡ്, ഓവറോൾ ട്രെൻഡ്, എവറിത്തിങ്. സംടൈംസ് ഇറ്റ് വിൽ ബി ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ്. പക്ഷേ നമ്മൾ അതൊന്നും നോക്കണ്ട. നമ്മൾ നോക്കുന്നത് വേർ ഇസ് അവർ ഏരിയ, that is the thing. Now what is the importance of this zone? Now when the price is coming down, ഇങ്ങനെ താഴേക്ക് പ്രൈസ് വരുമ്പോൾ നമ്മൾ നോക്കേണ്ട സംഭവം എന്താണ്? ഇവിടെ നമ്മളൊരു കാര്യം മറന്നു പോരുത്. നമ്മൾ പോകുന്നത് ഈവൻ ഓൺ എ വാട്ട് ഈസ് ദിസ് ലാർജർ ടൈം ഫ്രെയിം, ഓൺ എ മാക്രോ ടൈം ഫ്രെയിം, എന്താണ് അതിന് പറയുന്നത്, ഓൺ എ ഹയർ ടൈം ഫ്രെയിം, വാട്ട് we want to see price is coming down consistently and the same candle made a low and another high is made. So a low is created and a high is created and the low is taken and the high is taken. Price came down to mitigate on the pullback line and it went up. So once you see this, once you plot this line, particular line, what happens? You will know that this is a real type of rejectional candle that happened, that is pulling here. അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഈ പുൾ ബാക്ക് വന്നിരിക്കുന്നത്. സോ on the previous, once you consider the structural dynamics and you club the previous area, what is the previous area? Because the price manipulative activity on a global level or higher time frame completed here, you will consider that this previous area is a valid one. So this high is taken and the low is the biggest length, biggest arm of this is your previous area. So exactly on the previous area price is tapping. So there are two confluences. One is the price is trading below the price is trading below the pullback area. Second one, the price is exactly tapping on the previous 50% of the previous area, which is of paramount importance. It's a great value area. This you have to keep in mind. Once ഇവിടെ ഈ ട്രേഡിംഗ് മാനിപ്പുലേഷൻസ് പ്രൈസ് മാനിപ്പുലേഷൻ ആക്ടിവിറ്റി ഇവിടെ നടന്നു കഴിയുമ്പോഴത്തേന് മാർക്കറ്റ് ഈസ് ഫുൾ ഓഫ് പ്രൈസ് മാനിപ്പുലേഷൻസ്. if there is no price manipulation and the price is moving in one direction, or it is trending on a one side or it is trending on a downside, it's easy for everybody to make money. So this won't be happening every time. Sometimes it will happen, sometimes it won't happen. So ഈ പ്രൈസ് മാനിപ്പുലേഷൻ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴെല്ലാം മാർക്കറ്റ് പ്രൈസ് മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റി ഇത് കഴിയുമ്പോഴത്തേനും ഇതിങ്ങനെ ഈ ഒരു ഏരിയയിൽ പ്രൈസ് മാനിപ്പുലേഷൻ ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒരു സൈഡിലേക്ക് ഹെഡ് ചെയ്ത് ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ ഏരിയയിലോട്ട് പ്രൈസ് തിരിച്ചു വരുമ്പോൾ ദാറ്റ് 50% ഓഫ് ദ ഏരിയ ഈസ് ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. സോ then if you have a additional confluences like a pullback handle or something is here, then it's of another confluence area അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് സപ്പോർട്ട് ലൈനാണ് അവിടെ കിട്ടുന്നത്. സോ you will consider a stop loss below this area. അതാണ് അതിനകത്തെ കാര്യം. അപ്പം നമ്മളിവിടെ പ്രൈസ് മിറ്റിഗേഷന് ഈ ഏരിയയിൽ നമ്മൾ പ്രൈസ് മിറ്റിഗേഷന് വെയിറ്റ് ചെയ്താൽ യു വിൽ നോട്ട് ഗെറ്റ് ആൻ എൻട്രി. സോ ഇങ്ങനെ എൻട്രി കിട്ടാത്ത സമയത്ത് വാട്ട് വിൽ യു ബി ഫോക്കസിങ്? യു വിൽ ബി ഫോക്കസിങ് ഓൺ ദ മൈനർ ടൈം ഫ്രെയിം. Will our little secret is getting played out or not, or on a candlesticks basis? നമുക്കിത് മൊത്തത്തിൽ ഇങ്ങനെ കിടന്ന് ഈ ഒരു 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറിലൊക്കെ ഹൈ ഇസ് മെയ്ഡ്, ലോ ഇസ് മെയ്ഡ്, ഐ എം ലുക്കിംഗ് അറ്റ് ദിസ് സ്ട്രക്ചർ, യു ആർ ഗെറ്റിംഗ് ടയർഡ് അല്ലേ, അങ്ങനെ നോക്കിയിരുന്ന് മടുക്കും. സോ അത് വേണ്ട. ഈ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എ ഹൈ ഇസ് മെയ്ഡ്, ഈ സ്മോൾ ക്യാൻഡിൽ നമ്മൾ വെച്ച് നോക്കുവാണെങ്കിൽ എ ഹൈ ഇസ് മെയ്ഡ്, എ ലോ ഇസ് മെയ്ഡ്, സോറി ഇവിടെ ഹൈ മേക്ക് ചെയ്തില്ല. സോ വേറെ വിൽ ഷോ യു. ഇവിടെ ഞാൻ ഇതിന് മുമ്പിലത്തെ വീഡിയോയിൽ ഒരു വീഡിയോയിൽ ഈ ഒരു ക്യാൻഡിൽസ്റ്റിക്സിൻ്റെ ഇത് കാണിച്ചു തന്നിരുന്നു. ഓക്കെ, ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാം ബെറ്റർ. ഓക്കെ, നൗ ഇവിടെ ക്യാൻഡിൽ ഈസ് ഇങ്ങനെ വരിക. അപ്പം ഈ എ ലോ ഇസ് മെയ്ഡ് ആൻഡ് എ ഹൈ ഇസ് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും എ ഹൈ ഇസ് മെയ്ഡ്, ദെൻ ഇവിടെ എ ലോ ഇസ് ടേക്കൻ, ദെൻ ഈ ക്യാൻഡിലിൻ്റെ ഹൈ ഇസ് ടേക്കൻ, ദെൻ പ്രൈസ് കം ടു മിറ്റിഗേറ്റ്. ഇങ്ങനെ ക്യാൻഡിൽസ്റ്റിക്സ് ഫോം ചെയ്യുമ്പോൾ വാട്ട് വിൽ യു അണ്ടർസ്റ്റാൻഡ്? If you look at in the direction of our little secret song, you will understand this candlesticks, within the candlesticks there is something is happening here അല്ലേ. on a minor time frame അതിൽ പ്രൈസ് മാനിപ്പുലേഷൻ സംഭവിക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. സോ ഇമ്മീഡിയറ്റ്ലി യു ക്യാൻ ജോയിൻ വിത്ത് ആൻ എൻട്രി ആൻഡ് ട്രൈ വിത്ത് എ സ്മോൾ സ്റ്റോപ്പ് ലോസ്. അതാണ് ഇതിനകത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പം ഇവിടെ നമ്മൾ നോക്കിയത് എന്താണ്? ഈ ഒരു 50% ഓഫ് ദ ഏരിയ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മളിവിടെ ഒരു ലൈനും കൂടി ഇടുന്നു. ഇവിടെ ദിസ് ഈസ് എ 50% ഓഫ് ദ ഏരിയ. സോ ഐ വിൽ
ഡിലീറ്റ് ദിസ്. അതിനുശേഷം നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഇതിൻ്റെ ഏരിയയിൽ നോക്കുന്നു. ഇതാണ് നമ്മുടെ ഏരിയ. സോ ബാക്ക് ടു 1 മിനിറ്റ്. 1 മിനിറ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സോ ബാക്ക് ടു 1 മിനിറ്റ്. 1 മിനിറ്റിൽ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ നോക്കുമ്പോൾ ദ ബോട്ടം ലൈൻ ഈസ് 50% ഓഫ് ദ ഏരിയ പ്രീവിയസ് ഏരിയ ആൻഡ് ദ ടോപ്പ് ലൈൻ ഈസ് ദ പുൾ ബാക്ക് ഏരിയ. പ്രൈസ് ഈസ് കമ്മിങ് ബിറ്റ്വീൻ ദിസ് റേഞ്ച്. ആൻഡ് നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഫസ്റ്റ് ടൈം പ്രൈസസ് ഈ ലൈൻ ഇവിടെ ഡ്രോ ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദിസ് പുൾ ബാക്ക് ഏരിയ ഈസ് ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഫസ്റ്റ് തിങ് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഈ ഒരു ഏരിയയിൽ പ്രൈസ് ഇവിടെ റിജക്ട് ചെയ്ത് ഈവൻ ഓൺ എ സെക്കൻഡ് ക്യാൻഡിൽ വെൻ ഇറ്റ് ഈസ് ടേണിംഗ് ബുള്ളിഷ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് റിയൽ ബുള്ളിഷ് മാർക്കറ്റ് എന്ന് നമുക്ക് മനസ്സിലാകണം. സോ ഇതൊന്നും അറിയാതെ വാട്ട് ഈസ് ഹാപ്പനിങ് വെൻ ദർ ഈസ് എ റെഡ് ക്യാൻഡിൽ, വെൻ യു സീ എ റെഡ് ക്യാൻഡിൽ പീപ്പിൾ എല്ലാവരും എന്താ ചെയ്യുന്നത്? ദേ ആർ കീപ്പ് ഓൺ ഷോർട്ടിങ് ഇറ്റ്, നോട്ട് നോയിങ് അബൌട്ട് ദ ഡയറക്ഷൻ. As per the direction analysis, you should not short on Nifty or Bank Nifty today because the structure turned bullish and you are standing in the discount area where in the discount, as per the price structure, you are standing on the discount area, and that particular discount area, if you are keep on shorting, what are you doing in the market? This is not the right way. So when you are standing in the discount area or in between the discount area, wait for some time. If you are getting some price action, like the little secret is playing it out or not, whatever you are thinking, or on the minor structure, like price is coming down, low is made, high is made, and the low is taken and the high is taken, price is coming to pull back on the 50% of this area, correct? Here on the 50% of this area, see exactly it is coming and tapping on the 50% of this area. When the candlestick is forming ഇവിടെ ഇങ്ങനത്തെ ഒരു ഏരിയ നിങ്ങൾ കാണുമ്പോൾ you will if you are directional analysis and you are looking at the chart in this the way what I am explaining you, ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചാർട്ടിലോട്ട് ഓരോരുത്തരും നോക്കുമ്പോൾ you will understand this is a bullish market, I should not short. അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയത്തുള്ളൂ. So this is called directional analyzing, interpreting the market with respect to the structure, with respect to the previous area, with respect to the little secret song, with respect to the little secret song on the global level, whereas also on the micro level within the 1 minute structure. So how many confirmations you are getting on a macro level and also on a micro level? You understand the topic? So on a micro level, you are framing an idea, the directional prediction will be of bullish activity, and I should not go on shorting it on the Nifty or Bank Nifty, because what I am seeing in the chart, അല്ലെ നമ്മൾ ഈ ചാർട്ടിൽ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ കണ്ടുകൊണ്ടിരിക്കുന്ന ഡയറക്ഷൻസ് it is exactly replicating and market is moving in your direction. Minor selling is happening here and there, doesn't matter. What is the problem? On those areas when price is coming and touching, you participate for an entry, put a very small stop loss for 5 points, and if it is tapping again bottom of this line, leave the trade. Why you want to hold it? Maybe you participate an entry here and you immediately market shoot up, hold it, price is again coming down, let it come down, don't look at the premium activity. Look, once you entered into this one ട്രേഡ്, നമ്മളൊരു ട്രേഡിൽ ഓൾറെഡി നമ്മൾ ഇതിനകത്ത് എൻട്രി ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ ട്രേഡിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞ ശേഷം യു ആർ ഹോൾഡിംഗ്, പ്രീമിയം വിൽ ബി ഇവിടെ ഡിപ്രിഷിയേറ്റിംഗ് അല്ലേ, ഇവിടെ ഡിപ്രിഷിയേറ്റ് ചെയ്യുമ്പം യു ലുക്ക് അറ്റ് ദ ലെവൽസ് ഹിയർ. അതിനുശേഷം ഇവിടെ നമ്മൾ പ്രീമിയം മാർക്കറ്റ് ടാപ്പ് ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തേനും ഇവിടുന്ന് 2 ക്യാൻഡിൽ ഗ്രീൻ ഫോം ചെയ്യുമ്പോഴത്തേനും യു ക്യാൻ സീ ദാറ്റ് ഇവിടെ മാർക്ക് ചെയ്തുകൊണ്ടിരുന്ന പ്രീമിയവും ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രീമിയവും മേ ബി ഇറ്റ് വിൽ ബി മോർ. അപ്പം നമ്മൾ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. ബട്ട് യു ഷുഡ് നോട്ട് ലുക്ക് അറ്റ് ദ P&L. If you look at the P&L, you are not focusing on the process. Focus on the process. Process is more important than anything. Because, see, നമ്മൾ എങ്ങനെയാണ് ഈ പ്രോസസ്സ് ഉണ്ടാക്കുന്നത്? ഈ പ്രോസസ്സ് ഉണ്ടാക്കുന്നത് മൾട്ടി ഡയമെൻഷണൽ അനലൈസിസ്. ഓൺലി ദെൻ യു ക്യാൻ പ്രെഡിക്ട് ദ മാർക്കറ്റ് വിത്ത് ദ റൈറ്റ് മൂവ്മെൻറ്റ്. മേ ബി ഇറ്റ് വിൽ see on the news based sentiments, sometimes it will take a U-turn. Doesn't matter what is the problem. But mostly when you can predict the market on the directional analysis, 10 predictions you make, out of 10 you make 5 predictions, you are an excellent trader. See, even 40% accuracy, I am telling you, if you are consistently trading and you are winning only 4 trades out of 10, 6 you are losing, but
even then you are one of the premium professional trader. This is more important. Don't measure your accuracy in terms of the winning of the trade. This is not a problem. ബിക്കോസ് അങ്ങനെ ഒരു മെഷർ നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ തന്നെ മെഷർ ചെയ്യാൻ നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ നോട്ട് ഗെറ്റ് ദ ക്ലാരിറ്റി ഓഫ് ട്രേഡ്സ്, ഗെറ്റ് ദ ഡയറക്ഷണൽ അനലൈസിസ് ഇൻ എ യു കനോട്ട് പ്രെഡിക്റ്റ്, because you have to feel that you are a premium professional trader. Only then this will happen. But if you want to feel that, you have to do so many things in the sense directional analysis you have to predict in a better way. അതാണ് ഇതിനകത്തെ കാര്യം. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കി ഇത് മനസ്സിലാക്കി വരുമ്പോഴത്തേനും ഈ പ്രീവിയസ് ഏരിയയിൽ ഇവിടെയാണ് നോക്കുന്നത്. അപ്പോൾ ടു സമ്മറൈസ്, what are those? These are the entry scenarios which I took it today. Okay, so ഇത് ജസ്റ്റ് ഒന്ന് ഞാനൊരു ബ്രീഫ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിനകത്ത് ഇത് കണ്ടപ്പോൾ ഈ മാർക്കറ്റിൻ്റെ അനലൈസിസ് ജസ്റ്റ് ഒന്ന് ഇന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നാളെ വീഡിയോ റിലീസ് ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണുമ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണ് നമ്മളിവിടെ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്ന് മനസ്സിലാവും. ഞാൻ സപ്പോസ് ഇഫ് ഐ എം നോട്ട് എക്സ്പ്ലെയിനിങ് യു ദിസ് ദ ഡീകോഡിംഗ് സീരീസ് ഓഫ് നമ്മുടെ ചാനലിൻ്റെ ഡീകോഡിംഗ് സീരീസ്, ഇറ്റ് വോണ്ട് ബി കംപ്ലീറ്റ്. ആൻഡ് എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫഷണൽ ട്രേഡറായിട്ട് മാറാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഐ എം ഷോയിങ് യു ഓൾ ദ ഡിഫറെൻറ്റ് വേയ്സ്. അല്ലേ, ഈ ഒരു ഡിഫറെൻറ്റ് വേയ്സിൽ നമ്മൾ ഇതെല്ലാം എങ്ങനെ ഓർത്തിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ബിക്കോസ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഓരോ ഡയറക്ഷണൽ അനലൈസിസിനും നമ്മൾ എന്താണ് ചെയ്യുന്നത് ഓരോരോ ഇപ്പം നമ്മളിത് കോറിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, ലിറ്റിൽ സോങ് സീക്രട്ടിനെ ആ സോങ് എങ്ങനെയാണ് പ്ലേ ഔട്ട് ചെയ്യുന്നത് അതിൻ്റെ 50% ഓൺ എ മൈനർ ടൈം പുൾ ബാക്കിൻ്റെ ഏരിയയിൽ അവിടെ എന്തെല്ലാം കോൺഫ്ലുവൻസ് ആണ് കണ്ടുപിടിക്കുന്നത് അങ്ങനെ. സോ ഇറ്റ് ഇസ് നോട്ട് എ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്. വൺസ് യു ഗെറ്റ് ഇൻ ടു ദോസ് ടെക്നിക്സ് യു ഡോണ്ട് നീഡ് എനിത്തിങ് ഇതിനകത്ത് ഒരു കാര്യങ്ങളും നമുക്ക് വേണ്ട ആവശ്യമില്ല. ബിക്കോസ് യു വിൽ ഡ്രോ എ ലൈൻ ലൈക്ക് ദിസ് and only one line. Don't complicate it, simplify the process. Only one line, and once this structure is formed you can understand that this is the 50% of the structure in terms of the previous area on the minor structure, and on 1 hour time frame you can shift and see is this area correct or not. ഇവിടെ ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഇതും 50% ആണോ വരുന്നത് നമുക്ക് നോക്കാൻ പറ്റും. സോ അഡീഷണൽ കോൺഫിഡൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ നമുക്കിവിടെ നമ്മളുടെ ട്രേഡിംഗ് സീക്രട്സിൻ്റെ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് യു ഡോണ്ട് നീഡ് എനിത്തിങ്. യു നീഡ് ഓൺലി candlesticks formation in the chart. You will wait, you will see what you are thinking. Only you know what you are thinking. What I am thinking, only I know what I am thinking. Okay, you are keep on writing good comments. I think ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല കമൻസുകളൊക്കെ ഭയങ്കര താമസിച്ചാണ് വരുന്നത്. കൂടുതൽ ക്ലാരിറ്റിയിലുള്ള, ഞാൻ പറഞ്ഞില്ലേ വി ആർ ഗെറ്റിംഗ് ഇൻ ടു ദ അഡ്വാൻസ്ഡ് സ്ട്രക്ചർ. അപ്പോൾ ഈ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പല ആംഗിളിൽ നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഡെഫിനറ്റ്ലി വി വിൽ വിൻ. ആൻഡ് ഇവിടെ നമ്മൾ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ നമുക്ക് പല ടൈപ്പ് ഓഫ് എൻട്രീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഓൺ എ 3 candle ബേസിസ്. ആദ്യം ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ പല രീതിയിൽ നമുക്ക് എൻട്രി സ്ട്രക്ചറൽ ഫോർമേഷൻ കാണാൻ പറ്റും. ദിസ് ഈസ് with respect to today's trading on 9th February 2024, and you are watching Trading Secrets YouTube channel, and see you in another video. Like, comment ഒക്കെ മറക്കരുത്. ഒരു ലോഡ് ലൈക്കും കമൻറ്റും എക്സ്പെക്ട് ചെയ്യും. താങ്ക് യു വെരി മച്ച്.